ഹരി ഓം, ഏവർക്കും വൃന്ദാവനത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഏവർക്കും ആദ്യം തന്നെ ഹാപ്പി ന്യൂ ഇയർ. ഇപ്പോൾ 2024 പുതുവർഷ ഫലമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുക. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാരുടെയും പൊതുവായിട്ടുള്ള ഫലം നമുക്ക് വളരെ വിശദമായി തന്നെ നോക്കാം. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തുകയും നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് കിടക്കാം അല്ലേ. അശ്വതി, ഫന്നി, കാർത്തിക, കാർഡുന്ന രണ്ടേകൾ നക്ഷത്രമാണ് മേടക്കൂളിൽ അടങ്ങിയിരിക്കുന്നത്. ഇവർക്ക് ഈ പൊതുവെ ഈ ഒരു വർഷം 2024 എന്ന് പറയുന്നത് അനുകൂലമായി കാണുന്നൊരു വർഷമാണ്. തൊഴിൽ സംബന്ധമായ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ബിസിനസ് സംബന്ധമായും കുറച്ച് പുരോഗതിയിലൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കും. വ്യാഴം രാശിയും മാറിയ ശേഷം കുറച്ചുകൂടി അനുകൂലമായ ഫലത്തിന് ചാൻസ് കൂടുതലാണ്. വിവാഹയോഗം, സന്താന യോഗം ഒക്കെ പറയാവുന്നൊരു വർഷമാണ്. ധനപരമായ കാര്യങ്ങളിലും ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. മെയ്ക്ക് ശേഷം വിദ്യാർത്ഥികൾക്കൊക്കെ ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയും ഓർമ്മശക്തി വർദ്ധിക്കുകയൊക്കെ ആയിട്ട് കാണാൻ പറ്റും. ആരോഗ്യം പൊതുവെ വലിയ കുഴപ്പമില്ലാതെ തർക്കേടില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വർഷമായിരിക്കും 2024 എന്ന് പറയുക. കാർത്തിക, മുക്കാല്, രോഹിണി, മകേരമരടങ്ങുന്ന രണ്ടാം നക്ഷത്രമാണ് ഇടവക്കോളിൽ അടങ്ങിയിരിക്കുന്നത്. ഇവർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലമായിട്ടാണ് ഈ 2024 കാണപ്പെടുക. തൊഴിൽ സംബന്ധമായ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. തൊഴിൽ സ്ഥലത്ത് കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ള വർഷമാണ്. അധ്വാനങ്ങളൊക്കെ പൊതുവെ ഇച്ചിരി കൂടാൻ സാധ്യത കൂടുതലാണ്. മെയ് 2024 ശേഷം നമ്മുടെ മനസ്സിനൊരു അസ്വസ്ഥതയൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള സമയമാണ്. ഒരു ബുദ്ധിമുട്ട്, ക്ലേശങ്ങളൊക്കെ വരാൻ മനസ്സിന് ചാൻസ് കൂടിയ സമയമാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ യോഗം ഉള്ള ടൈം തന്നെയാണ്. വിവാഹം മെയ്ക്ക് ശേഷമാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ഉത്തമമായി കാണപ്പെടുക. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും തലപൊങ്ങിയില്ല. എന്നിരുന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളെ ഒന്ന് മുട്ടി ഓർമ്മിപ്പിക്കുന്ന ഒരു അവസ്ഥ വരാൻ സാധ്യത കൂടുതലൊരു വർഷമാണ് 2024 ഇടവ രാശിക്കാർക്ക്. പഠന കാര്യങ്ങളിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ വിദ്യാർത്ഥികൾക്കൊക്കെ പൊതുവെ ഒരു ഗുണാനുഭവമായിട്ട് കാണപ്പെടുന്ന ഒരു വർഷമായിരിക്കും. യാത്രകളൊക്കെ ചെയ്യേണ്ടേ വരാൻ യോഗമുള്ള സമയമാണ്. ആരോഗ്യ കാര്യങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഒരു സമ്മിശ്ര ഫലമായിരിക്കും നിൽക്കുക. ചില കാര്യങ്ങളിൽ നമുക്ക് ആരോഗ്യം കുഴപ്പമില്ല എന്ന് തോന്നിയാൽ പോലും ചില സമയങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് കേട്ടോ ഇടവ രാശിക്കാർക്ക്. അടുത്ത മിഥുന രാശിയാണ്. മകേരമര, തിരുവാതിര, പുനർദ, മുക്കാലടങ്ങുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മിഥുനക്കൂറിൽ, അതായത് മിഥുന രാശിയിൽ നിൽക്കുക. ഇവർക്ക് പൊതുവെ നല്ല സമയമാണ് ഈ 2024 എന്ന് പറയുക. തൊഴിൽ സംബന്ധമായ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് ഏപ്രിലിന് മുമ്പായിട്ടായിരിക്കും നന്നായി നടക്കാനൊക്കെ യോഗമുള്ള സമയം. മെയ്ക്ക് ശേഷം അല്ലെങ്കിൽ മെയ് മാസത്തിൽ വ്യാഴം രാശി മാറുന്നതോടെ അത്ര ഗുണാനുഭവങ്ങളിലൊക്കെ ഉണ്ടാവും എന്ന് ചോദിച്ചാൽ നമുക്ക് അത്ര നന്നായിരിക്കാം എന്ന് പറയാൻ പറ്റില്ല. സോ ഏപ്രിലിന് മുമ്പായിരിക്കും പൊതുവെ നല്ല സമയമായിട്ട് കാണുന്ന. ഫാമിലി ലൈഫൊക്കെ കുറച്ചുകൂടി കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷനിലൂടെയൊക്കെ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കുടുംബത്തിൽ തലമുങ്ങി വരാൻ ചാൻസ് കൂടുതലായിട്ടുള്ള ടൈമാണ് കേട്ടോ. അതുപോലെ തന്നെ കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടായാൽ പോലും അതിനെ വലിയ സമയത്തേക്ക് നീട്ടിക്കൊണ്ട് പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ആ പ്രശ്നം നീട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ആ ഒരു കലഹം കാരണം വീട്ടിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. സോ കലഹങ്ങൾ നീണ്ടു പോവാതെ അതിനെന്ത് ചെയ്യാം, ഇങ്ങനെ അങ്ങ് നീളും തുടങ്ങുമ്പോൾ തന്നെ അവിടെ വെച്ച് മുറിച്ച് ആ ഒരു പ്രശ്നത്തിന് മാക്സിമം സൊല്യൂഷൻ കണ്ടെത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ നോക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നോക്കാൻ ശ്രമിക്കുക. എന്ന് വെച്ചാൽ മെയ്ക്ക് മുമ്പായിട്ട് തന്നെ വിവാഹ കാര്യങ്ങളെക്കുറിച്ച് തീരുമാനം എടുക്കുന്നത് കുറച്ചുകൂടി ഉത്തമമായിരിക്കും. സന്താന യോഗമൊക്കെ പറയാവുന്ന സമയമാണ്. മാറ്റത്തിൽ ജീവിതത്തിൽ മൊത്തത്തിലൊരു മാറ്റത്തിൻ്റെ ഒക്കെ സമയമായിട്ട് നമുക്ക് പറയാം. ഓരോ മാറ്റങ്ങളൊക്കെ ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ വരാനൊക്കെ തൊഴിൽ സംബന്ധമാവാം, നമ്മുടെ സ്വഭാവത്തിലാവാം, സ്ഥലം മാറ്റാവാം, എന്തിനൊക്കെ ഒരു മാറ്റം ജീവിതത്തിൽ വരാൻ ചാൻസ് ഉള്ള വർഷമാണ്. പഠന കാര്യങ്ങളൊക്കെ നല്ല സമയമാണ്. പൊതുവേ പ്ലാൻ വെച്ച് പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഒരു പ്ലാൻ വെച്ച് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ലിസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ടാസ്ക് എന്ത് ചെയ്യുക കണക്ട് ചെയ്ത് ഓരോന്നൊരു പ്ലാൻ വെച്ച് പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ഉത്തമം എന്ന് പറയുന്നത്. ആരോഗ്യ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാത്തൊരു സിറ്റുവേഷൻ ആയിരിക്കും. കടങ്ങളൊക്കെ നമുക്ക് അടിച്ചു തീർക്കാനൊക്കെ യോഗമുള്ള സമയമാണ് കേട്ടോ.
അടുത്ത കർക്കിടക കൂറാണ്. കർക്കിടക രാശിയാണ്. പുണർതം കാല പൂയം ആയില്യം അടങ്ങുന്ന 2.25 നക്ഷത്രമാണ് കർക്കിടക രാശിയിൽ നിൽക്കുക. ഇവർക്ക് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ അത്ര നല്ല സമയമൊന്നുമല്ല കർക്കിടക രാശിക്കാർക്ക്, അത്ര മോശം സമയവും അല്ല കേട്ടോ. ഏപ്രിൽ വരെ തൊഴിലിനൊരു മാറ്റാതിരിക്കുന്നതായിരിക്കും നല്ലത് തൊഴിൽ സംബന്ധമായിട്ട്. കാരണം ഏപ്രിലിന് മുമ്പ് തൊഴിൽ മാറുന്ന ചിന്ത ഉണ്ടാവാം. എനിക്ക് ഈ തൊഴിൽ പോയാലും കുഴപ്പമില്ല, ഞാൻ വേറെ തൊഴിലെടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കോൺഫിഡൻസ്, എനിക്ക് അതിൻ്റെ ടാലൻ്റ് ഉണ്ട്, നമുക്ക് സ്ഥലമൊന്ന് മാറാം, അല്ലെങ്കിൽ ഈ ഒരു തൊഴിൽ ഇവിടെ നിന്ന് ചെയ്യണമെങ്കിൽ നല്ല ഞാൻ പുറത്തു പോയി ഇൻ്റർവ്യൂ ചെയ്ത് അവിടെ ഞാൻ സെറ്റിലാവാം, അങ്ങനെയൊക്കെ വിചാരിക്കുന്നവരുണ്ടാവാം. അല്ല ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥാപനത്തിൽ നിന്ന് മാറ്റി ഒരു തൊഴിൽ മാറാം. അതൊക്കെ ഏപ്രിൽ വരെ എന്ത് ചെയ്യുക, ഒന്ന് സ്റ്റക്ക് ചെയ്ത് വെക്കുക. ഏപ്രിലിന് ശേഷം ആ തീരുമാനമൊക്കെ എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഉത്തമം എന്ന് പറയുന്നത്. ഇപ്പം കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റിസ്കി ആയിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചാടില്ല. ഇപ്പം നിങ്ങൾക്കൊരു വരുമാനം വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ സ്റ്റേബിളായിട്ട് അങ്ങ് പോട്ടെ, ഏപ്രിൽ വരെയെങ്കിലും പോട്ടെ. മെയ്ക്ക് ശേഷം വ്യാഴം രാശി മാറിയതിന് ശേഷം എന്ത് ചെയ്യുക, നമുക്ക് ആ തീരുമാനങ്ങളിലേക്കൊക്കെ കുറച്ചുകൂടെ ഒന്ന് ആഴ്ത്തി ചിന്തിക്കാം. പിന്നെ നമുക്ക് ഒട്ടും പറ്റില്ല, ഇപ്പം നിൽക്കുന്ന സ്ഥലത്ത് ഒട്ടും പറ്റില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കൺസൾട്ട് ചെയ്യുക. നല്ലൊരു കൺസൾട്ടിങ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ആ തീരുമാനം എടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയോ, ഏപ്രിൽ വരെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുമെങ്കിൽ ഓക്കെ, ഏപ്രിൽ വരെ നീട്ടിക്കൊണ്ട് പോകാം. അതിന് ശേഷം എന്ത് ചെയ്യുക, നിങ്ങൾ മാറേണ്ട എത്ര അത്യാവശ്യമെങ്കിൽ മാറിക്കോളൂ കേട്ടോ. കഠിനാധ്വാനം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യും, അതിനുള്ള ഫലം കൃത്യമായി നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന വർക്കിനുള്ള അധ്വാനം നിങ്ങളൊന്ന് ഇരട്ടിയായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന് മാത്രം, എന്നാൽ പോലും അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കൃത്യനിഷ്ഠത ഒന്ന് ജീവിതത്തിലേക്ക് എത്തിക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. റിലേഷൻഷിപ്പ് കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പം നല്ല സൗഹൃദത്തിലാണ്, ഫ്രണ്ട്ഷിപ്പ് ആയാലും നമ്മുടെ മാറ്റേഴ്സ് ആയാലും എന്തിനായാലും നല്ലൊരു ബന്ധത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ബന്ധം ചെറുതായിട്ടുള്ള വില്ലറൊക്കെ വരാൻ സാധ്യതയുണ്ട്. സോ ആ ബന്ധത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ആ ബന്ധത്തെ ചേർത്ത് തന്നെ പിടിക്കുക. ചിലതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടി വരും. എന്നിരുന്നാൽ എല്ലാം കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചുകൊണ്ട് പോകണം എന്നല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ, പക്ഷേ ഒന്ന് ശ്രദ്ധിക്കുക, ചില കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് നിസ്സാരമായിട്ട് തോന്നൂല. ഓക്കെ, ബട്ട് അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഇരുത്തി ചിന്തിച്ച് സമാധാനത്തിൽ ഇരിക്കുമ്പോൾ മാത്രം അതിനൊരു തീരുമാനങ്ങളിലേക്കൊക്കെ നിങ്ങൾ പോവുക. അതുപോലെ തന്നെ നമുക്ക് ഓരോ കണക്കൂട്ടലും ചില സമയത്ത് നമ്മൾ കണക്കൂട്ടിയൊക്കെ തെറ്റിപ്പോയെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള വർഷമാണ് 2024 എന്ന് പറയുന്നത്. ടെൻഷനൊക്കെ അമിതമായി വർദ്ധിക്കാൻ ചാൻസ് ഉള്ള വർഷമാണ്. പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു കലഹങ്ങളൊക്കെ ഉണ്ടാവാൻ യോഗമുള്ള സമയമാണ്. സോ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമായിരിക്കും. നമുക്ക് ആവശ്യമില്ലാത്ത ചിന്താഗതികൾ, ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഒന്ന് ഈ ഒരു വർഷം ഒഴിവാക്കി വെക്കുന്നത് ഉത്തമമായിരിക്കും. മനസ്സിനൊരു ദുഃഖം വരാനൊക്കെ യോഗമുള്ള സമയമാണ്. സോ മാക്സിമം മനസ്സിനെ സമാധാനപ്പെടുത്തി വയ്ക്കുക, മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ആരിൽ നിന്നൊന്നും അങ്ങനെ അമിതമായി പ്രതീക്ഷിക്കാതിരിക്കുക, അതായിരിക്കും കുറച്ച് നല്ലത് ഈ ഒരു വർഷകാലം. അല്ലെങ്കിൽ പ്രതീക്ഷകൾ നമുക്ക് വലിയ ദുഃഖത്തിലേക്ക്, ഡിപ്രഷനിലേക്കൊക്കെ കൊണ്ടുപോകാൻ ചാൻസ് കൂടിയ ഒരു വർഷമാണ് 2024 കർക്കിടക രാശിക്കാർക്ക് എന്ന് പറയുക കേട്ടോ. അടുത്ത ചിങ്ങക്കൂറാണ്. മകം, പൂരം, ഉത്തരം കാലടങ്ങുന്ന 2.25 നക്ഷത്രമാണ് ചിങ്ങക്കൂറിൽ അടങ്ങിയിരിക്കുന്നത്. ഇവർക്ക് പൊതുവെ അത്ര നല്ല സമയമല്ല, അല്ലെ അത്ര നല്ല വർഷമല്ല 2024 എന്ന് പറയുന്നത്. തൊഴിൽ സംബന്ധമായ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം. എന്നിരുന്നാലും തൊഴിൽ സ്ഥലത്ത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ, മേലധികാരിയുമായിട്ട് ചൊറച്ചയില്ലായ്മ ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള വർഷമാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഒരു നിൽക്കുന്ന ജോലി സ്ഥലത്തിൽ നിന്ന് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഏപ്രിലിന് ശേഷമൊക്കെ മാറാൻ ശ്രമിക്കുന്നത് അതായിരിക്കും ഉത്തമം. ആഫ്റ്റർ മെയ്ക്ക് ശേഷം വ്യാഴം രാശി മാറുന്ന ശേഷം നമുക്ക് നല്ലൊരു തൊഴിൽ ലഭിക്കാനും നല്ലൊരു പ്രൊഫഷനിലേക്ക് നമുക്ക് തിരഞ്ഞെടുക്കാനൊക്കെ പറ്റുന്നൊരവസ്ഥ ഉണ്ടാവാം. അതുപോലെ തന്നെ നമുക്ക് ആ ഒരു മാറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിന് മുമ്പ് ചെയ്തു വെച്ചാൽ, അല്ലെങ്കിൽ ഇതുവരെ ചെയ്തു വെച്ച കാര്യങ്ങളിൽ വെച്ച് ആസ്പദമായിരിക്കും നമ്മൾ ഇത്ര നാളും തൊഴിൽ സംബന്ധമായിട്ടും വളരെ മോശമായിട്ടുള്ള കാര്യമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് നമുക്ക് ഡീ പ്രൊമോഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാനും, അല്ല അതല്ലെങ്കിൽ നമുക്ക് പ്രൊമോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് തന്നെയായാലും മെയ്ക്ക് ശേഷം പോകുന്നതായിരിക്കും കുറച്ച് ഉത്തരം. ഈ ഒരു ഏപ്രിൽ വരെ എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം സമാധാനത്തോടെ സമാധാനപ്രിയരാകുക. അതുപോലെ തന്നെ മാക്സിമം ഓരോ കാര്യങ്ങളും ചെന്ന് അഭിപ്രായം പറയുന്നത് അതൊക്കെ ഒന്ന് കൺജഷൻ എന്ന് നിർത്തി വെച്ചിട്ട് എന്ത് ചെയ്യുക, മെയ്ക്ക് ശേഷമൊക്കെ അതാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാൻ ഉത്തമമായിരിക്കും. എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ വരാൻ തല പൊങ്ങാനൊക്കെ യോഗമുള്ള സമയമാണ്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ സ്വന്തമായി എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു നല്ലൊരു അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം ഓരോ തീരുമാനങ്ങളിലേക്ക് ചെന്ന് ചാടുന്നത് നല്ലതായിരിക്കും. വർത്താനം പറയുന്നതൊക്കെ ഒന്ന് അല്പം കുറയ്ക്കുക, അമിതമായി ചിന്തിക്കുന്നതൊന്ന് കുറയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന ഓരോ വാക്കും
കൃത്യമായി മുന്നിൽ മനസ്സിൽ വിചാരിച്ച ശേഷം മാത്രം പറയാം. കാരണം പറഞ്ഞതിന് ശേഷം ചിന്തിക്കാൻ നിൽക്കില്ല, ചിന്തിച്ച ശേഷം മാത്രം പറയുക ഈ ഒരു വർഷം എന്ന് പറയുക. അറിയാവുന്ന കാര്യങ്ങൾ മാത്രം ചെയ്യാവൂ, അറിയാത്ത കാര്യത്തിൽ ചെന്ന് ചാടല്, ആരോടും അഭിപ്രായം പറയല്, അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ആ വർഷത്തേക്ക് 2024 പോകാതിരിക്കുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത്. അതുപോലെ നമ്മൾ ഒത്തിരി റിയാക്റ്റീവ് ആയിരിക്കുക, ചില കാര്യങ്ങളിലൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന രീതിയിൽ തന്നെ മൈൻഡിൽ തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ചെയ്യുക. വിവാഹ കാര്യങ്ങൾ നോക്കുന്നവരാണെങ്കിൽ പൊതുവെ പറയുകയാണെങ്കിൽ ഇത്ര നല്ല വർഷമൊന്നും ആയിരിക്കില്ല 2024 എന്ന് പറഞ്ഞാൽ. ബട്ട് നിങ്ങൾക്ക് ഏജൊക്കെ ആയി നടത്തണം എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജാതകം കൂടി ഒന്ന് പരിശോധിച്ച ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അതുപോലെ തന്നെ വിദ്യാർത്ഥികളൊക്കെ എപ്പോഴും നല്ല എക്സ്പേർട്ടിൻ്റെ അതിന് ഒരു അഡ്വൈസ് സ്വീകരിച്ചാൽ മാത്രം ഒരു മുന്നോട്ടുള്ള പടി പോവുക. നിങ്ങൾ തീരുമാനിക്കുന്ന ഓരോ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്ന് ചാടാതെ ആ തീരുമാനം നല്ലതാണ് ശരിയാണ് എന്നൊരു എക്സ്പേർട്ടിനോട് ഒരു അഡ്വൈസ് സ്വീകരിക്കുന്ന ഉത്തമമായിരിക്കും ചിങ്ങരാശിക്കാർ കേട്ടോ. അടുത്ത കന്നിക്കൂറാണ്. ഉത്രമുക്കാൽ അത്തം ചിത്തിരാരടങ്ങുന്ന 2 നക്ഷത്രമാണ് കന്നിക്കൂർ എന്ന് പറയുന്നത്. ഇവർക്ക് 2023 വെച്ച് നോക്കുമ്പോൾ 2024 നല്ല വർഷമായിട്ട് തന്നെ കാണപ്പെടും. തൊഴിലിനൊക്കെ മാറ്റം വേണം എന്നാഗ്രഹിക്കുന്നവർക്കാണെങ്കിൽ മെയ്ക്ക് ശേഷം അല്ലെങ്കിൽ മെയ് മുതൽ തൊഴിൽ മാറുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിക്കുക. മെയ്ക്ക് ശേഷം കുറച്ചുകൂടി നല്ല അനുകൂല സിറ്റുവേഷനിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നതായിരിക്കും. വലിയ കുഴപ്പമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റുന്ന സമയമാണ്. നമുക്ക് ഇമോഷണലി നല്ല കൺട്രോൾ ആവശ്യം. ഇതുവരെ നമുക്ക് നോക്കിയിരുന്ന് കാണണം കന്നിക്കൂറാരെ പെട്ടെന്ന് സങ്കടപ്പെടുക, പെട്ടെന്ന് ദുഃഖിക്കുക, ഇമോഷണൽ ഒട്ടും കൺട്രോൾഡ് അല്ലാത്തവരായിട്ട് കാണപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. നിങ്ങൾക്ക് തന്നെ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത്ര നിസ്സാര കാര്യത്തിൽ ഞാൻ എന്തിനു വിഷമിച്ചു, എന്ത് ദുഃഖിച്ചു എന്ന് നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. നിങ്ങൾ എന്തിനാണ് ഇത്ര ഓവർ റിയാക്റ്റീവ് ആണ്, എന്തിനാണ് ഇത്ര ഓവർ സെൻസിറ്റീവ് ആണ് എന്നൊക്കെ തോന്നിയിട്ടുണ്ടാവാം. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ വരുത്താൻ ശ്രമിക്കുക. അതിന് യോഗ, മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഒന്ന് ഇമോഷണൽ നല്ല കൺട്രോൾ വരുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 2024 നിങ്ങൾക്ക് നല്ല പ്രതീക്ഷ തന്നെ വെച്ചോ, നല്ല പ്രതീക്ഷയോടെ തന്നെ ജീവിക്കാൻ പറ്റുന്നൊരു വർഷം തന്നെയാണ് 2024. ആസ് പെർ കമ്പയർ ടു 2021 2023 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വർഷം തന്നെയാണ് 2024. സോ നിങ്ങൾ ഈ 2023 കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ, ദുഃഖങ്ങൾ, വിഷമങ്ങൾ, സങ്കടങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് മറികടത്തി എടുക്കാൻ 2024 നിങ്ങൾക്ക് സഹായിക്കും. സോ ആ ഒരു പ്രതീക്ഷയോടെ തന്നെ മുന്നോട്ട് പോകാം. വിവാഹ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ എപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ ഇപ്പോൾ കെട്ടണോ, കെട്ടണ്ടേ, അല്ലെങ്കിൽ ആരെ കെട്ടണം, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയുള്ള ആരെ കെട്ടണം, അല്ലെങ്കിൽ ഇപ്പോൾ കെട്ടണം, കുറച്ച് കഴിഞ്ഞിട്ട് കെട്ടണം, അല്ലെങ്കിൽ പഴയ ഒരു പഠനം കഴിഞ്ഞിട്ട് കെട്ടണം, എപ്പോഴും ഒരു ചിന്ത, ഒരു കൺഫ്യൂഷൻ ആയിരിക്കും. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ വരുമ്പോൾ ഒന്ന് നല്ല അഡ്വൈസ് എടുത്ത ശേഷം മാത്രം വിവാഹ കാര്യങ്ങളിലൊക്കെ നോക്കുക. ആരോഗ്യ കാര്യങ്ങളിൽ പുതിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പല പ്രശ്നങ്ങളൊക്കെ ഉള്ളത് അമിതമായിട്ടുണ്ടായിരുന്നതൊക്കെ ഒന്ന് കുറഞ്ഞു വരും. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ എന്നാലും ചെറിയ ക്ലേശങ്ങളൊക്കെ ഉണ്ടാവാം. പുതിയതായിട്ട് വലിയ വലിയ പ്രശ്നങ്ങളൊന്നും വന്ന് ഭവിക്കുകയില്ല. എന്നാൽ ഇതിനു മുമ്പ് 2023 ഉണ്ടായിരുന്ന രോഗം എന്ത് വരും, അതൊന്നും പോവാതെ രോഗമുണ്ട് എന്നിടയ്ക്ക് തോന്നിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ 2024 കന്നിരാശിക്കാർക്ക് അനുഭവപ്പെടും. വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ നല്ല സമയമാണ്. മെയ് തൊട്ട് കുറച്ചുകൂടി ഉത്തമമായിട്ടുള്ള ടൈമിലേക്ക് നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് പഠനത്തിൽ കുറച്ചുകൂടി മികവൊക്കെ കാണിക്കാൻ പറ്റുന്ന സമയമായിരിക്കും. പക്ഷേ നമുക്ക് ഒരിക്കലും 100% നല്ലതാണ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കന്നിരാശിക്കാർക്ക് പൊതുവായിട്ട് കുറച്ച് ക്ലേശങ്ങളോ വിഷമങ്ങളോ മനസ്സിൻ്റെ ദുഃഖങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും 2023 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2024 നിങ്ങൾക്ക് ഫാർ ബെറ്റർ ആണ് കേട്ടോ. അടുത്ത തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം, മുക്കാടങ്ങുന്ന 2 നക്ഷത്രമാണ് തുലാം രാശി എന്ന് പറയുക. ഇവർക്ക് പൊതുവേ ഈ ഒരു വർഷം 2024 എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയുള്ള വർഷമാണെന്ന് പറയാം. ഓക്കെ, നമ്മൾ കഴിഞ്ഞ വർഷം ധനുരാശിക്കാരെ കുറിച്ച് പറഞ്ഞു. 2023 ധനുരാശിക്കാർക്ക് വലിയ മാറ്റങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അത് അവർക്ക് ആ ജാതകം കൂടി കറക്റ്റായിട്ടുള്ളവർക്ക് അത് അനുഭവത്തിൽ വന്നിട്ടുണ്ട്. സോ അതുപോലെ തന്നെ തുലാം രാശിക്കാർക്ക് ഈ ഒരു വർഷം 2024 എന്ന് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് 2024 എന്ന് പറയാവുന്ന ഒരു വർഷമാണ് 2024 എന്ന് പറയുന്നത്. ആരോഗ്യ കാര്യങ്ങളും പൊതുവേ നല്ലതാണ്. വിദ്യാർത്ഥികൾക്ക് ഓർമ്മശക്തിയോ അതുപോലെ തന്നെ കാര്യങ്ങളും കുറച്ചുകൂടി ചിട്ടപ്പെടുത്തി ജീവിക്കാനൊക്കെ പറ്റുന്നൊരവസ്ഥ. അതുപോലെ തന്നെ തൊഴിൽ സംബന്ധമായ ഗുണാനുഭവങ്ങളൊക്കെ ഉണ്ടാവും. പ്രൊഫഷണലായാലും നല്ല അനുഭവങ്ങളുണ്ടാകും. ബിസിനസ് സംബന്ധമായിട്ട് നിങ്ങൾക്ക് ഒരു പടി മുന്നോട്ട് പോകാൻ കുതിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കും. പുതിയൊരു ഇൻകം സോഴ്സൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നവർക്ക് പറ്റുന്ന നല്ല സമയം. യാത്രകളൊക്കെ ചെയ്യേണ്ടാവുന്നതൊക്കെ ഭാഗ്യ അനുഭവങ്ങളൊക്കെ വരാൻ നല്ല യോഗമുള്ള സമയമാണ്. സന്തോഷങ്ങളായ ജീവിതം നയിക്കാനൊക്കെ പറ്റുന്ന സമയമാണെങ്കിൽ ധനപരമായ നേട്ടങ്ങളൊക്കെ ജീവിതത്തിൽ വന്ന് ഭവിക്കാൻ യോഗമുള്ള സമയമാണ്. തുലാം രാശിക്കാർക്ക് വലിയ പേടിയൊന്നും പേടിക്കേണ്ട ആവശ്യം തുലാം രാശിക്കാർക്ക് 2024 ഉണ്ടാവില്ല. പൊതുവേ ഒരു ഉത്തമ ഫലമായിട്ട് നമുക്ക് പറയാം.
അടുത്ത വൃശ്ചിക രാശിയാണ്. വിശാഖം, കാരാണ്ടിരം, തൃക്കേട്ടടങ്ങുന്ന 2 നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത്. ഇവർക്ക് പൊതുവെ എല്ലാ കാര്യങ്ങൾക്കും ഒരു ഹാർഡ് വർക്കൊക്കെ ചെയ്യേണ്ടതായി വന്നേക്കാം. ജീവിതത്തിൽ കുറച്ച് നന്നായി ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ വന്നേക്കാം. എന്നിരുന്നാലും കമ്പയർ ടു 2023 നിങ്ങൾക്ക് കുറച്ചുകൂടി ഫാർ ബെറ്റർ ആയിരിക്കും 2024 എന്ന് പറയുന്ന. ജീവിതത്തിൽ പുതിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം. നമുക്ക് നല്ല രീതിയിലൊരു വരവൊക്കെ ഉണ്ടാക്കാൻ പറ്റിയെന്ന് വരില്ല. എന്നിരുന്നാലും വലിയ കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾ അതുകൊണ്ട് തന്നെ തൃപ്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ഇനി അതല്ല തൊഴിലൊന്നുമില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പെട്ടെന്ന് കിട്ടുമെന്ന് വരില്ല. എന്നിരുന്നാലും നിങ്ങൾ പരിശ്രമിക്കുമ്പോൾ അതിനനുസരിച്ചുള്ളൊരു ഫലം നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. മനസ്സിൽ നിന്നും ഭയം, ആശങ്ക, ആകുലത, ദുഃഖം ഇതൊക്കെ എന്ത് ചെയ്യുക, എടുത്ത് തൂത്തടിച്ചെടുത്ത് പുറത്തേക്ക് കളഞ്ഞിരിക്കണം. ഇതൊക്കെ മനസ്സിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2024 അത്ര നല്ലതായിരിക്കില്ല. സോ നിങ്ങൾ എന്തൊക്കെ എടുത്ത് കാരണം ഭയം, ആശങ്ക, ആകുലത, വിഷമം, ദേഷ്യം, അതുപോലെ ദുഃഖം ഇതൊക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മൊത്തത്തിൽ അടിച്ചു വാരി 2023 തന്നെ എന്ത് ചെയ്യുക, എടുത്ത് വേസ്റ്റ് കൊട്ടയിലേക്ക് എടുത്ത് തട്ടുക ഈ സാധനങ്ങളൊക്കെ. 2024 നിങ്ങൾക്ക് കുറച്ചുകൂടെ മനധൈര്യം, സെൽഫ് കോൺഫിഡൻസ് ഒക്കെ വെച്ചുകൊണ്ട് നിങ്ങൾ 2024 നോക്കിക്കാണുക. മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് വൃശ്ചിക രാശിക്കാരൻ. ജോബ് പ്രൊഫഷണലൊക്കെ നിൽക്കുന്നവർക്കാണെങ്കിൽ ഏപ്രിലിന് ശേഷം കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഗുണാനുഫലമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. വിവാഹ കാര്യങ്ങളിലൊക്കെ ആണെങ്കിലും മെയ്ക്ക് ശേഷം അല്ലെങ്കിൽ ഏപ്രിലിന് ശേഷമുള്ള സമയം നോക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഉത്തമമായിട്ട് പറയാം. ചിലവ് വരവ് എന്നൊക്കെ പറയുന്ന ഒരു ബാലൻസിലേക്ക് ഇപ്പോൾ 100 വന്നാൽ 100 ചിലവാകും. ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കൊരു ബാലൻസ് ഒരിക്കലും ഒന്ന് സേവിങ്ങിലേക്ക് മാറ്റി വെക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ജാതകം റിലേറ്റഡ് മാറ്റങ്ങളൊക്കെ വരും. നമുക്ക് ജാതകം ഒന്ന് പരിശോധിച്ചാൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് വിവരം അറിയാൻ സാധിക്കും. അതുപോലെ എന്തൊരു കാര്യത്തിനും നമ്മൾ തീരുമാനം എടുക്കുന്ന മുമ്പ് അതിനെക്കുറിച്ച് നന്നായി ഒന്ന് പഠിച്ച് നല്ലൊരു റിസർച്ച് നടത്തിയ ശേഷം മാത്രം തീരുമാനം എടുക്കുക. പറ്റുമെങ്കിൽ ഒരു നല്ലൊരു എക്സ്പെർട്ടിൻ്റെ അഡ്വൈസോട് സ്വീകരിച്ചിട്ട് ആ ഒരു തീരുമാനം എടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി ഫാർ ബെറ്റർ എന്ന് പറയാം. ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. അതുപോലെ കുടുംബത്തിലെ ആളുകളുടെ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും ഉത്തമമാണ് കേട്ടോ. മൂലം, പൂരാടം, ഉത്രാടം കാലടക്കുന്ന 2 നക്ഷത്രമാണ് ധനുരാശി എന്ന് പറയുക. ഇവർക്ക് പൊതുവെ ഈ 2023 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. സോ അന്നേരം അവരുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാകും, നല്ല അനുഭവങ്ങളുണ്ടാവും. ഇതൊക്കെ ഒരു 70%ഓളം 70-80% ആളുകൾക്കും ഗുണാനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായേക്കണേ. ആ ഒരു മാറ്റം ഉണ്ടായി. പിന്നെ ബാക്കിയുള്ളവരെന്ന് വെച്ചാൽ അവരുടെ ജാതകത്തിൽ ഉണ്ടാകുന്ന ഡിഫറൻസ് കാരണമൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. സോ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 2023 പ്രഡിക്ഷൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് 24 നമുക്ക് പറയാൻ പറ്റുള്ളൂ ധനുരാശിക്കാർക്ക്. കാരണം അവർക്കിപ്പോൾ എന്താണുള്ളത് അത് കണ്ടിന്യൂസ് ചെയ്ത് മുമ്പോട്ട് പോവാം. ഇപ്പോൾ ഉള്ള തൊഴിലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ആ ഒരു വലിയ തടസ്സമില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെയുള്ള എന്ത് കാര്യത്തിനും 2023 കിട്ടിയതിനെ എന്ത് ചെയ്യാം, കളയാതെ സൂക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. ഇപ്പം 2023 എനിക്ക് തൊഴിൽ കിട്ടിയില്ല എന്ന് പറയുന്നവരോട് 2023 നിങ്ങൾക്ക് തൊഴിൽ കിട്ടാതെ നിങ്ങൾ കറക്റ്റായിട്ട് ജാതകം ഒന്ന് പരിശോധിച്ച് ആ ദോഷത്തിനുള്ള പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾക്ക് ആ കിട്ടേണ്ട പ്രഡിക്ഷൻ ആ ഒരു എനർജി നിങ്ങൾക്ക് കുറച്ചുകൂടി അട്രാക്റ്റ് ചെയ്ത് വന്നിരുന്നത്. പക്ഷെ അങ്ങനെ വരാത്ത ഉള്ള സിറ്റുവേഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനിയൊരു കൺസൾട്ടിങ് എടുക്കുക. നിങ്ങൾക്ക് ആരെയാണ് വിശ്വാസമുള്ള ദൈവജ്ഞനാണ് ആ വിശ്വാസമുള്ള ദൈവജ്ഞൻ്റെ അടുത്ത് പോയി 2024 എങ്ങനെയുണ്ട് ജാതകം ഒന്ന് പരിശോധിച്ച് നിങ്ങൾക്കുള്ള കറക്റ്റായിട്ടുള്ള റെഡിമെൻസ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ നിങ്ങളുടെ ഒരു നല്ല ടൈംസ് നിങ്ങൾ മാക്സിമം കളയാതെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ മാക്സിമം അത് പ്രയോജനപ്പെടുത്തി നിങ്ങൾക്ക് വേണ്ട ഗുണാനുഭവങ്ങൾ നേടിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് വിദ്യാർത്ഥികൾക്കൊക്കെ ആയാലും നല്ലൊരു ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫ്ലോയിൽ തന്നെ മുന്നോട്ട് പഠിച്ചു പോവുക. പരീക്ഷ എടുക്കാനായി കുറച്ചുകൂടി നന്നായി ഹെവി ആയിട്ട് പഠിക്കുക. പരീക്ഷ ഇല്ല, ഇപ്പോൾ പരീക്ഷയില്ല, ക്ലാസ്സൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവരൊക്കെ ആണെങ്കിലും എന്ത് ചെയ്യുക, എപ്പോഴും ഒരു സ്റ്റഡി കണക്ട് ചെയ്തുകൊണ്ട് തന്നെ നിൽക്കുക. ഇനി പഠിക്കണോ എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ, പഠിക്കണോ എന്ന് ഓർത്തിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ പഠിക്കുക. കാരണം എഡ്യൂക്കേഷൻ അതിനനുസരിച്ചൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് അല്ലേ. നോളജ് ഈസ് ദ മോർ പവർഫുൾ അല്ല. വെപ്പനും കഴിഞ്ഞ് നമുക്ക് ഏറ്റവും പവർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന നോളജാണ്. സോ ആ നോളജ് അക്യൂമുലേറ്റ് ചെയ്യാൻ ഏതൊക്കെ രീതിയിൽ സോഴ്സിൽ അക്യൂമുലേറ്റ് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ കൂട്ടിയെടുക്കാൻ പറ്റുമോ അതൊക്കെ കളക്ട് ചെയ്ത് എന്ത് ചെയ്യാം, നല്ല രീതിയിൽ ആ ഒരു നോളജിനെ ബിൽഡ് ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുന്നവരാണെങ്കിൽ ഏപ്രിലിന് മുമ്പായിട്ട് ചെയ്ത് തീർക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. സോ ഏപ്രിലിന് ശേഷം അത്ര നല്ലതല്ല. സോ വിവാഹമൊക്കെ കഴിക്കാൻ നിൽക്കുന്നവരൊക്കെയാണ് എങ്കിൽ ഏപ്രിലിന് മുമ്പ് അതൊന്ന് എല്ലാം കൂടി ഒന്ന് ഒത്തുചേർത്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ ആരോഗ്യ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വരച്ചേർച്ചയില്ലായ്മ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടാകും. ശരീരക്ഷീണം, ശരീര ക്ലേശങ്ങളൊക്കെ ചെറുതായിട്ട് വരാൻ സാധ്യതയുണ്ട് കേട്ടോ.
അടുത്ത മകരക്കൂറാണ്. ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടമരടങ്ങുന്ന 2 നക്ഷത്രമാണ് മകരക്കൂർ എന്ന് പറയുന്നത്. 2024 എന്ന് പറയുന്ന കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ, 2021, 2022 ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടി നല്ലൊരു വർഷമാണ് മകരക്കൂറുകാർക്ക് ഈ ഒരു 2024 എന്ന് പറയുന്ന. ജോലിക്കായാലും പ്രൊഫഷണൽ ലൈഫിലൊക്കെ ആയാലും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ആ തൊഴിൽ മുന്നോട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ആത്മാർത്ഥമായ ആ തൊഴിലിനെ നോക്കി കണ്ടു കഴിഞ്ഞാൽ ആ തൊഴിൽ നമുക്ക് ഒരു പ്രൊമോഷനൊക്കെ ലഭിക്കാനും യോഗമുള്ള സമയമാണ്. തൊഴിലില്ലാത്തവർക്ക് ശ്രമിച്ചാൽ തൊഴിൽ കിട്ടാൻ യോഗമുള്ള വർഷമാണ് 2024 എന്ന് പറയുന്ന. നമ്മൾ ചെയ്യുന്ന അധ്വാനത്തിന് കൃത്യമായ ഫലം, നമ്മൾ ചെയ്യുന്ന അധ്വാനം എന്താണോ അതിന് കൃത്യമായ പ്രതിഫലം ലഭിക്കുക തന്നെ ചെയ്യും. സോ ആ കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമിക്കേണ്ട. ധനവരവിൻ്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെ ധനവരവൊക്കെ ഉണ്ടാക്കാൻ സാധിക്കും. മെയ്ക്ക് ശേഷം വിവാഹ യോഗങ്ങളൊക്കെ നമുക്ക് പറയാവുന്ന ടൈമാണ്. ആരോഗ്യ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുന്ന നല്ലതാണ്. പൊതുവേ കുഴപ്പമില്ല, എന്നിരുന്നാലും ഒന്ന് ശ്രദ്ധിക്കുന്നത് ഉത്തമമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. എന്നിരുന്നാലും മാതാപിതാക്കളുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വരശേഷയില്ലായ്മയൊക്കെ വരാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ പ്രണയം ഇല്ലാത്തവർ ഒരു ലവ് പ്രപ്പോസൊക്കെ ചെയ്യാൻ നിൽക്കുന്നവർക്കാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ തന്നെ പറ്റും. ബട്ട് അത് മെയ്ക്ക് ശേഷം ഏപ്രിലിനൊക്കെ ശേഷം നിങ്ങൾ നോക്കുന്നതായിരിക്കും നല്ല. ഒരു പ്രപ്പോസിങ് ഒക്കെ പോവുകയാണെങ്കിൽ അതിന് ശേഷം നോക്കുക. പിന്നെന്ത് ചെയ്യുക, ബാക്കിയുള്ള സിറ്റുവേഷൻസും കൂടി ഒന്ന് നോക്കി അനലൈസ് ചെയ്ത ശേഷം മാത്രം, സ്വഭാവവും ക്യാരക്ടറൊക്കെ ഒന്ന് നോക്കിയ ശേഷം മാത്രം ഒരു നല്ല ഡിസിഷൻ എടുക്കുക. സ്വയമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് എടുക്കുക കേട്ടോ. അല്ലാതെ നമ്മൾ ചുമ്മാ നമ്മുടെ ഫ്രണ്ട്സ്, സുഹൃത്തുക്കൾ അങ്ങനെയുള്ളവരുടെ അടുത്ത് പോയി അഡ്വൈസ് എടുത്ത് അങ്ങനെ ഒരു ലൈഫിലേക്ക്, നമ്മുടെ ലൈഫാണ്. സോ ഒരു ലൈഫ് പാർട്ണറിനെ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അത്രമാത്രം നല്ല രീതിയിൽ മനസ്സിലാക്കി. കാരണം നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ചേഞ്ച് ചെയ്യാൻ പറ്റില്ല അല്ലേ. സോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കാര്യം എന്ന് പറയുന്നത്. സോ അതിൻ്റെ ഒരു സീരിയസ്നെസ് നിങ്ങൾക്ക് നോക്കി കണ്ടേ പറ്റുള്ളൂ. സോ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വലിയ കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞ് ഒന്ന് ശ്രദ്ധിക്കുക. തൊഴിൽ സംബന്ധമായിട്ടും വലിയ കുഴപ്പമില്ല. തൊഴിൽ എഴുത്ത് സംബന്ധമായിട്ട് ചെയ്യുന്നവരെല്ലാം അങ്ങനെയുള്ളവർക്ക് കുറച്ചുകൂടി ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ക്രിയേറ്റീവ് ഫീൽഡിൽ നിൽക്കുന്നവർക്കൊക്കെ അനുകൂലമായ സമയം തന്നെയാണ്. എന്നിരുന്നാലും ആ ക്രിയേറ്റിവിറ്റി ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടി ഒന്ന് മെഡിറ്റേഷനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ഉത്തമമായിരിക്കും 2024 എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത കുംഭക്കൂറാണ്. അവിട്ടമരം, ചതയം, പുരുട്ടാതി, മുക്കാലടങ്ങുന്ന 2 നക്ഷത്രമാണ് കുംഭക്കൂർ എന്ന് പറയുന്നത്. ഇവർക്ക് ഒരു ഗുണദോഷ സമ്മിശ്ര വർഷമായിട്ട് നമുക്ക് 2024 നോക്കി കാണാൻ പറ്റുള്ളൂ. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. ചിലവൊക്കെ ശ്രദ്ധിച്ച് തന്നെ ചിലവാക്കണം. അനാവശ്യ ചിലവുകൾ അധികം വരാൻ ചാൻസ് കൂടുതലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ചതി പറ്റാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബിസിനസ് കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അറിയാത്ത ഒരു ബിസിനസ്സിലാണ് പോയി ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അല്ലെങ്കിൽ ഇന്ന ആൾ പറഞ്ഞു, ഇന്ന സാറ് പറഞ്ഞു ഞാൻ ഇന്ന ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്കറിയാമോ ആ ഒരു ബിസിനസ്സിനെ കുറിച്ച്? നിങ്ങൾക്ക് അറിയാമോ? അറിയാമെങ്കിൽ മാത്രം പോയി ഇൻവെസ്റ്റ് ചെയ്യുക. അറിയില്ലാത്ത ഒരു മേഖലയിലേക്കും 2024 കടക്കണ്ട. 2024 അറിയില്ലാത്ത ഒരു മേഖലയിലേക്കും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനും പോകണ്ട, കടക്കാനും പോകണ്ട. അറിയാവുന്ന ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ ബിസിനസ് ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഒന്ന് പയ്യെ കുറച്ച് കൊണ്ടുവന്ന് 2024 മാക്സിമം ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചിട്ട് എന്ത് ചെയ്യാം, ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് കുറച്ചിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളിലേക്ക്, പിന്നെ കുറച്ച് നോളജ് അക്വയർ ചെയ്യാൻ, സ്കില്ല് അക്വയർ ചെയ്യാനൊക്കെ കൂടുതൽ ടൈമും മണിയൊക്കെ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമായിരിക്കും. ഫിനാൻഷ്യൽ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്ന ഉത്തമമാണ്. അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കി പോകാൻ ശ്രമിക്കുക. എല്ലാവരും പെർഫെക്റ്റ് അല്ല. സോ ഓരോരുത്തർക്ക് അതിൻ്റെതായ പോരായ്മകളുണ്ടാവും. അത് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത്ര നാൾ ഞങ്ങൾ നല്ല റിലേഷൻഷിപ്പിലായിരുന്നു, പിന്നെ എന്തായിരുന്നു ഇങ്ങനെ, പിന്നെ ഇത് പറയേണ്ട ആവശ്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മുടെ പാർട്ണറിൽ നമ്മുടെ ഇഷ്ടമുള്ള ആൾ ചെയ്യുന്ന എന്തും നമുക്ക് ഇഷ്ടമാണ് അല്ലേ. എന്നാൽ ഇഷ്ടമല്ല, മനസ്സിനൊരു ഇച്ചിരിയെങ്കിലും ഒരു ഇഷ്ടക്കുറവ് വരുമ്പോൾ അവർ ഇതെല്ലാം നമുക്കൊരു കുറ്റമായിട്ട് തോന്നാൻ സാധ്യത കൂടുതലാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് നിങ്ങൾ കൺട്രോളായി നിൽക്കുക. കാരണം 2024 നിങ്ങൾക്ക് അത്രയും ഫാർ ബെറ്റർ അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗുണദോഷ സമ്മിശ്ര ഫലമാണ്. സോ അത് മനസ്സിലാക്കി നിങ്ങൾ മുന്നോട്ട് പോകാം. നമ്മൾ ദീർഘവീക്ഷണം വെച്ച് തന്നെ മുന്നോട്ട് പോകണം. എന്നാലാണ് 2024 നമുക്ക് നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സുഹൃത്തുക്കളൊക്കെ തിരഞ്ഞെടുക്കുന്നവരൊന്ന് ശ്രദ്ധിച്ച് നല്ല സുഹൃത്ത് ബന്ധങ്ങളെ ശ്രദ്ധിക്കാം. നമുക്ക് നല്ലൊരു സുഹൃത്ത് ഒന്നും ഉള്ളെങ്കിൽ പോലും അത് മതി. ഓക്കെ, 100 ചതിയന്മാർ നമ്മുടെ കൂടെ നിൽക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റ നല്ല സുഹൃത്ത് നമ്മുടെ കൂടെ നിൽക്കുന്നതാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക്
ഇൻകമൊക്കെ അഡീഷണൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നവർക്ക് അതിന് പറ്റുന്നൊരു സമയം തന്നെയാണ്. വാഹന കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നവരും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വാഹനത്തിൽ യാത്ര ചെയ്യുന്നതല്ല, റോട്ടിൽ കൂടെ പോകുമ്പോഴും വളരെയധികം ശ്രദ്ധയോടെ പോകണം. ജാഗ്രത, അപകടങ്ങളൊന്നും വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാഹന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണെങ്കിൽ അമിതമായിട്ടുള്ള സ്പീഡുകളൊന്നും പോകേണ്ട, കറക്റ്റായിട്ട് സേഫ്റ്റി റൂൾസൊക്കെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ മുന്നോട്ട് പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത്ര നല്ല സമയമല്ല, നമ്മൾ ഓരോ തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അത്ര നല്ല സമയമല്ല. സോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നല്ലൊരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ നിന്ന് അഡ്വൈസ് സ്വീകരിച്ച ശേഷം മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കും. അത് ലൈഫിലായാലും ബിസിനസ്സിലായാലും എന്തിൽ തന്നെയായാലും കേട്ടോ. അടുത്ത മീനക്കൂറാണ്. പൂരുട്ടാതി കാൽ ഉത്തിരട്ടാതി രേവതി അടങ്ങുന്ന 2 നക്ഷത്രമാണ് മീനക്കൂർ അഥവാ മീനരാശി എന്ന് പറയുക. ഇവർക്ക് പൊതുവേ അത്ര നല്ല സമയമല്ല 2024 എന്ന് പറയുക. 2023 വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും 2024 അത്ര നല്ലതല്ല. സോ നിങ്ങളെന്താണ് തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. മാറ്റം പെട്ടെന്ന് മാറാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ എല്ലാവരുമായിട്ട് ഒന്ന് പൊരുത്തപ്പെട്ട് പോകാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾ കണ്ടില്ല എന്ന് വെക്കേണ്ട വരും. ചില സമയത്ത് നമുക്ക് മിണ്ടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്, എന്നാൽ പോലും പറയാൻ പറ്റാത്ത സിറ്റുവേഷൻ, അതങ്ങനെ തന്നെ പൊക്കോട്ടെ പറയാതെ നമ്മൾക്ക് നമ്മുടെ തൊഴിലിനെ വലിയ കാര്യത്തിൽ ബാധിക്കാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ നമ്മളതിൽ ചെന്ന് ചാടാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളിൽ ചെന്ന് ഒത്തിരി തല വെക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലേക്കായാലും എന്താണ് പുതിയ പ്രണയ ബന്ധങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ള സമയമാണ്. സോ ആ കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. എല്ലാം നമ്മുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് വരുന്നതായിരിക്കില്ല. സോ ആ കാര്യങ്ങളിലൊന്ന് ശ്രദ്ധിച്ച് മാത്രം മുന്നോട്ട് പോവുക. സ്റ്റുഡൻസിന് ഫോക്കസ് കുറവ്, അതുപോലെ തന്നെ ഓർമ്മശക്തി കുറവൊക്കെ അനുഭവത്തിൽ വരാൻ ചാൻസ് ഉള്ള സമയമാണ്. എന്നിരുന്നാലും ഇതൊന്നും ഓർത്ത് വിഷമിക്കാൻ, അയ്യോ എനിക്ക് ഓർമ്മശക്തി കുറഞ്ഞു പോകുമോ അല്ലെങ്കിൽ ഫോക്കസ് കുറയില്ലോ എന്നൊക്കെ ഓർത്ത് വിഷമിച്ച് നിൽക്കാതെ നിങ്ങൾ അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. കുറച്ചുകൂടി ഫോക്കസ് ആയിട്ട് കിട്ടാൻ പറ്റും. ഓക്കെ, ഓർമ്മശക്തി കൂട്ടാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ബ്രെയിനിന് ഓരോ എക്സസൈസ് ചെയ്യുക. സോ കുറച്ചുകൂടി മാക്സിമം നമുക്ക് ഓരോ വീക്ക്നെസ് വരുമ്പോൾ നമ്മൾ അതിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്ത് മുന്നോട്ട് എത്തിക്കാൻ തന്നെ ശ്രമിക്കാം. കാരണം നമുക്കില്ലാത്ത സാധനമല്ല, നമുക്ക് ഉണ്ടായിരുന്ന സാധനമാണ് ഫോക്കസ്. പെട്ടെന്ന് ഒരു സമയത്ത് നമുക്ക് ഫോക്കസ് കിട്ടാത്ത, എന്തുകൊണ്ടാണ് ഫോക്കസ് കിട്ടുന്നില്ല? കൃത്യമായൊരു ഒരു കാരണം ഉണ്ടാവില്ല. ആ കാരണത്തെ കണ്ടെത്തി സോൾവ് ചെയ്യുക. സോ നിങ്ങൾക്ക് കുറച്ചുകൂടെ മുന്നോട്ട് അത് പോകാൻ പറ്റും കേട്ടോ. ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എപ്പോഴും ജാഗ്രതയോടെ ഓരോ ചുവടും മുന്നോട്ട് വെക്കുമ്പോൾ വളരെയധികം ജാഗ്രതയോടെ തന്നെ മുന്നോട്ട് വെക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ വലിയൊരു ദുഃഖത്തിലേക്ക് അത് നയിക്കാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫലങ്ങളൊന്നുമില്ല, പൊതുവായിട്ടുള്ള ഫലങ്ങൾ ഒരു മിനിറ്റ് 2 മിനിറ്റിലൊക്കെ തീർക്കാൻ മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. എത്രമാത്രം സക്സസ്ഫുൾ ആയിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം എൻ്റെ വേ ഓഫ് ടോക്കിങ് സ്റ്റൈലൊക്കെ മാറുന്നതനുസരിച്ച് എന്താണ് ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങളൊക്കെ പറയുന്നതല്ലേ. മാക്സിമം സ്പീഡിൽ തന്നെയാണ് പറയാൻ ശ്രമിച്ചേക്കണേ. നിങ്ങൾക്കത് എത്രമാത്രം ക്ലിയർ ആയിട്ടുണ്ട് എന്ന് മനസ്സിലായിട്ടില്ല. ബട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ ഫലം തന്നെ എന്ത് തന്നെയായാലും നമ്മൾ ചെയ്യുന്ന കർമ്മം കൃത്യമായി ചെയ്യാൻ ശ്രമിക്കുക. അതുമാത്രമല്ല ഇത് നമ്മുടെ ഗോചരമുള്ള ഫലമാണ് അല്ലേ. അപ്പം ഇതിനെ മാക്സിമം നമ്മൾ ചിന്തിക്കുന്ന, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെയാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു ഫല പ്രഡിക്ഷൻ എന്ന് പറയുന്നത്. സോ നമ്മുടെ മറ്റനുബന്ധ കാര്യങ്ങളിലൊക്കെ ആയാലും നമ്മുടെ ജാതകം ഒന്ന് പരിശോധിച്ചാൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ 2024 ഫലമായതുകൊണ്ട് തന്നെ നിങ്ങൾ വർഷഫലം നോക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു വീഡിയോ കണ്ട് മാത്രം നിൽക്കാതെ നിങ്ങൾക്ക് വിശ്വാസമുള്ള ദൈവജ്ഞൻ ആരാണോ ആ ദൈവജ്ഞൻ്റെ അടുത്ത് പോയി എന്ത് ചെയ്യാം, നമ്മുടെ വർഷത്തിൻ്റെ ഫലം ഒന്ന് എടുക്കുന്നത് ഉത്തമമായിരിക്കും. കാരണം ഒരു വർഷക്കാലത്തോളം ഒരു മാസഫലം എന്ന് പറയുന്നത് 30 days അല്ലെങ്കിൽ 31 days ആ ഒരു മാസത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്. പക്ഷേ ഒരു വർഷഫലം എന്ന് പറയുന്നത് 12 months അല്ലേ, 12 മാസത്തെ സൂചിപ്പിക്കുന്നതാണ്. സോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെ ഉണ്ടാവാം അല്ലേ. വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു മാറ്റം വരുത്തണം എന്നല്ലെങ്കിൽ ഒരു നല്ലൊരു ചേഞ്ച് വരുത്താൻ നമുക്ക് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കണം, എന്തൊക്കെ ചെയ്യുന്നതാണ് നല്ലത്, എന്തൊക്കെ ചെയ്യാതിരിക്കുന്നതല്ല, എന്തൊക്കെ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും, ആ പ്രശ്നങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരം എന്താണ്, ഇതൊക്കെ കൃത്യമായി കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് നമ്മളത് കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വർഷത്തിൽ നല്ലൊരു മാറ്റം സ്വീകരിച്ചെടുക്കാൻ എല്ലാ രാശിക്കാർക്കും പറ്റും. സോ ഓക്കെ, നല്ല ഫലങ്ങളുണ്ട്. ഓക്കെ, ഞാനെങ്കിൽ ഇരുന്നാൽ മതിയോ? എല്ലാ വീഡിയോയും പറയുകയാണ് നല്ല ഫലങ്ങളുള്ള, നല്ല രീതി വർക്ക് ചെയ്യുക. നിങ്ങൾക്ക് അനുസരിച്ച് നല്ല ഫലം ഉള്ളപ്പോൾ തന്നെ നമ്മൾ നന്നായി വർക്ക് ചെയ്ത് നല്ല രീതി ഉണ്ടാക്കണേ. അതുപോലെ മോശ സമയമുള്ളവർ ഹാർഡ് വർക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് കുറച്ച് സാധാ വർക്ക് ചെയ്തപ്പോഴേക്കും മറ്റുള്ളവർ ഒരു തവണ ചെയ്യുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ 5 തവണ 6 തവണ ചിലപ്പോൾ 10 തവണ ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യുക, റെസ്റ്റ് ചെയ്യില്ല, നിങ്ങൾ വർക്ക് ചെയ്യുക, മുന്നോട്ട് തന്നെ കുതിക്കാൻ ശ്രമിക്കുക. ഓക്കെ, കൃത്യമായ വർഷഫലം എടുക്കുകയാണെങ്കിൽ
നമ്മുടെ ജാതകം വെച്ച് പരിശോധിച്ച് നമുക്ക് ഈ ഒരു വർഷം 2024 എങ്ങനെയുണ്ടെന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. സോ അതിനെ വെച്ച് നിങ്ങൾ പ്ലാൻ ചെയ്യുക, മുന്നോട്ട് കുറച്ച് ലൈഫ് മുന്നോട്ട് പോവാം. ഇനി നമ്മുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടണമെങ്കിൽ നമ്മുടെ ഓഫീസ് ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. ഓഫീസിലെ ടൈം എന്ന് പറഞ്ഞാൽ 10 to 4 ആണ്. സോ ആ ടൈമിനുള്ളിൽ നിങ്ങൾ വിളിക്കാൻ ശ്രമിക്കുക. വിളിച്ച് കിട്ടാത്തവർ നിങ്ങൾ എന്ത് ചെയ്യുക, വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. വാട്സപ്പിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവരയച്ചു തന്നെയായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സംബന്ധം റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കൾക്കായ വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ. വർഷഫലം മാക്സിമം ആളിലേക്ക് എത്തിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ, ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി. ഓക്കെ.